ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു നാടൻ മത്തിക്കറിയാണ്. നല്ല ടേസ്റ്റുള്ളൊരു നാടൻ മത്തിക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയുള്ളിയാണ് കേട്ടോ. ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ചെറിയുള്ളി തന്നെ എടുക്കണം. 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക് ആവശ്യത്തിന്. അപ്പം നമ്മുടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ കടുകെല്ലാം ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി അതെല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ ചെറിയുള്ളിയും തക്കാളിയും അതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പരുവാകുന്നത് വരെ ഒന്ന് വഴണ്ട് വരാനായിട്ടാണ്. അങ്ങനെ അടപ്പിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. നല്ല പരിവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പൊടികളെന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. നല്ല പരിവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഇളക്കി എടുക്കണേ. ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പുളിവെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് തിളപ്പിക്കാൻ വയ്ക്കാം. കറി നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കുമാണ് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചെറിയ മത്തിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ചെറിയ മത്തിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ കറി ഒന്ന് വേവിച്ചെടുക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ കറി ഇവിടെ റെഡിയാവും. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് തിളയ്ക്കുകയാണ്. നല്ല തിളച്ച് വരുന്ന സമയത്താണ് അതിലേക്ക് മീനിട്ട് കൊടുക്കുന്നത്. മീനിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കറി ഇവിടെ റെഡിയാവും. അങ്ങനെ മീനിട്ട് കൊടുത്തിട്ടുണ്ട്. മത്തിയാണ് കേട്ടോ, ചെറിയ മത്തി. അങ്ങനെ അതിനെയും കൂടി അതിലേക്ക് അങ്ങനെ കറിയെല്ലാം നല്ല തിളച്ച് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയുള്ളി തന്നെ ചേർക്കണം കേട്ടോ. ചെറിയുള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്കും കൂടി ചെയ്തേക്കണേ.